ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല ചക്കക്കുരുവൊക്കെ ഇട്ട് വെച്ച നല്ല ചക്കപ്പുഴുക്കുണ്ടാക്കിയാലോ. അപ്പം അതിനായിട്ട് ആദ്യം ചക്കച്ചുളയും ചക്കക്കുരുവും ഒരു മീഡിയം സൈസ്ഡ് വലുപ്പത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം. അപ്പം ചക്കച്ചുളേനെക്കാട്ടിലും കുറച്ച് വേവാനായിട്ട് പാട് ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ അടുപ്പിൽ കുക്കർ വെച്ചിട്ട് മീഡിയം സൈസിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ ഇടണം. ഒരു 4-5 വിസിൽ ഇടുമ്പോഴത്തേക്കും ചക്കക്കുരു അത്യാവശ്യത്തിന് വേവും. അപ്പോൾ അതിനുശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചക്കച്ചുള, ഒരു മീഡിയം സൈസ്ഡ് വലിപ്പത്തിൽ തന്നെയാണ് ചക്കച്ചുളയും അരിഞ്ഞ് വെച്ചേക്കുന്നത്, അതും കൂടെ കുക്കറിലേക്ക് തട്ടിയിട്ട് നല്ലതായിട്ട് ഇളക്കണം. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട് കേട്ടോ ഇത്. അപ്പം നമ്മൾ നല്ല വിളഞ്ഞ കൂഴച്ചക്കയാണ് കേട്ടോ എടുത്തേക്കുന്നത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പം ചിലരൊക്കെ എന്ന് പറയുന്നത് ചക്കക്കുരു മാത്രമല്ല ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. നമ്മുടെ ചക്കയിലുള്ള ആ വൈറ്റ് കളറിലുള്ള മടലുണ്ടല്ലോ, അതും വളരെ കുറച്ച് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നവരുണ്ട്. ഞാനിപ്പോൾ അത് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇപ്പം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടും നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുക്കറിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാനായിട്ട് വിട്ടുപോയി. അപ്പോൾ നമ്മൾ അരപ്പ് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിൽ ഒരു അരമുറി തേങ്ങ ചിരകിയിട്ടതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി മുളക് പൊടിയും ഒരിത്തിരി ജീരകപ്പൊടിയും ഇട്ടിട്ട് ഒരു 4-5 കൊച്ചുള്ളിയും 3-4 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് ലൂസ് ആവാതെ നമ്മൾ ഈ തോരനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അരപ്പും കൂടെ കുക്കറിലേക്ക് ഇട്ട് ഒരു 2 വിസിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ തുറന്നതിന് ശേഷം നല്ലതുപോലെ വെന്ത ചക്കക്കുരുവും ചക്കച്ചുളയും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. എന്താ പറയുക, നമ്മൾ നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കണമെന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. പിന്നെ അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാനായിട്ട് അടുപ്പിൽ വേറൊരു പാത്രം വെച്ച് അതിലേക്ക് ഇത്തിരി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി കടുക് ഇട്ടിട്ട് ഇത്തിരി കറിവേപ്പിലയും നല്ല 3-4 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് കടുക് താളിച്ച് എടുക്കണം. എന്നിട്ടത് കുക്കറിൽ നല്ല വെന്തിരിക്കുന്ന ചക്കപ്പുഴുക്കിൻ്റെ മേളിലോട്ട് പതുക്കെ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അത് പതുക്കെ നമ്മൾ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ ചക്കക്കുരു ഇട്ട ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.